ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ ബീര വന്ന് സത്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ശ്രുതി മലേഷ്യക്കാരി അല്ലെന്നും ബീര ശ്രുതിയുടെ ഇളയച്ചൻ അല്ലെന്നും ഉള്ള വിവരം പറയാണ്. ഇപ്പോഴെ കണ്ടുകൊണ്ടിരിക്കുന്ന എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് പീരാൻ ഒരു കള്ളത്തരം കൊണ്ട് വരുന്ന കേട്ടോ. ശ്രുതിയുടെ അച്ഛൻ മരിച്ചു പോയി എന്ന് പറഞ്ഞു വരുന്നത് ആ ഒരു വിവരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനിയിപ്പോൾ അതിനൊക്കെ ശേഷം വിവാഹ സ്ഥലത്ത് വെച്ചിട്ട് ബീരാനെ സച്ചിൻ രേവതിയും കൂടി പിടിച്ചുകൊണ്ട് വന്ന് നിർത്തുകയാണ് കേട്ടോ ചന്ദ്രയുടെ മുമ്പിൽ. അങ്ങനെ സത്യങ്ങളെല്ലാം എല്ലാവരും അറിയാണ്. അങ്ങനെ ചന്ദ്ര ശ്രുതിയുടെ മുട്ടിക്കുത്തിന് പിടിച്ച് തന്നെ വലിച്ച് പുറത്താക്കി വിടുക. ഇനിയിപ്പം നിന്നെപ്പോലെ ഒരു മരുമകൾ എനിക്ക് വേണ്ട, വായെടുത്താ നുണ പറയുന്ന നിന്നെ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് വേണ്ട, നിന്നെ ഞാൻ തന്നെ കണ്ടെത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ആകെ മൊത്തം അപകർഷതാബോധം കൊണ്ട് അങ്ങ് തല താഴ്ത്തി നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്ര. ആകെപ്പാടെ ദേഷ്യം കൊണ്ട് വിറച്ച് അങ്ങനെ ചന്ദ്രയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ശ്രുതിയെ പിടിച്ച് ഇറക്കി വിട്ടിരിക്കുക, അടിച്ചിറക്കി വിട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ ശ്രുതി മീരയുടെ വീട്ടിലുമാണ് കേട്ടോ. ചന്ദ്രയാണെങ്കിൽ പോയിരിക്കുകയാണല്ലോ ഭാമയുടെ വീട്ടിൽ താമസിക്കാൻ. അങ്ങനെ ആ വീട്ടിൽ ആരും ഒന്നുമില്ല. രവിയാണെങ്കിൽ അമ്മയെ കൊണ്ടുവന്നിട്ട് എങ്ങനെയെങ്കിലും കലാവതി അമ്മയെ കൊണ്ടുവന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് കലാവതി അമ്മ വരികയും ചന്ദ്ര വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രശ്നം വീണ്ടും കലുഷിതാകുകയും ചന്ദ്ര പറയാണ്, ഇവളെപ്പോലെ ഒരു പെരുങ്കള്ളി, ഇവളുടെ ഈ നുണ പറയുന്ന നാവുണ്ടല്ലോ സ്പൂണ് പഴിപ്പിച്ച് വെക്കണം, വലിച്ച് പറിച്ചിങ്ങി എടുക്കണം എന്നൊക്കെ ചന്ദ്ര ശ്രുതിയെ നോക്കി പറയുകയൊക്കെയാണ് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ഭാമയുടെ വീട്ടിൽ. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, രവിയേട്ടനൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും ചന്ദ്രയെന്ന് പറയാം. വിഷമിക്കുന്നവർ വിഷമിക്കട്ടെ, എൻ്റെ അവസ്ഥയെക്കുറിച്ച് നിനക്കറിയോ? നീ കാരണം കൂടിയാണ് ഇത് സംഭവിച്ചത്, നീയല്ലേ അവൾ എന്നെ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ ഭാമ പറയാം, ആഹാ ഇപ്പം എനിക്കായ കുറ്റം, നീ തന്നെയല്ലേ അവളെ കൊണ്ട് അന്വേഷിച്ചത്. ഞാൻ വെറുതെ എന്നെ ഇവിടെ മസാജ് ചെയ്യാൻ വരുന്ന ഒരു പെൺകുട്ടിയാണെന്നല്ലേ പറഞ്ഞുള്ളൂ. നീയല്ലേ അവളോട് കാര്യങ്ങൾ തിരക്കിയതും അവൾ മലേഷ്യക്കാരിയാണെന്നും മറ്റും പറഞ്ഞതും അത് വിശ്വസിച്ച് നിൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതും ഒക്കെ. എന്നിട്ടിപ്പോൾ എനിക്കായ കുറ്റം എന്ന് പറയാം. ഇപ്പം ചന്ദ്ര പറയാം, ആർക്കായാലും കുറ്റം, അവൾ ഒരു പെരുങ്കളിയായി പോയല്ലോ, ഇത്രയധികം നുണ പറയാനൊക്കെ അവളെ കൊണ്ടല്ലേ സാധിക്കുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അതേസമയമാണെങ്കിൽ വീട്ടിൽ രവി എങ്ങനെയെങ്കിലും അമ്മയെ കൊണ്ടുവന്നിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം. എന്തായാലും കലാവതി മുത്തശ്ശി വന്നാലേ ഉള്ളൂ അതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന് സച്ചിയും പറയുന്നുണ്ട്. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, ശരിയാ സച്ചി ഏട്ടാ, ഉടനെ തന്നെ പോയി മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ടുപോവാ, മുത്തശ്ശി വന്നു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ശ്രുതിയെ അങ്ങനെ ഇപ്പോൾ ഇറക്കി വിടാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ. അതുപോലെ അമ്മയും പിണങ്ങി എത്ര നാൾ പോയി നിൽക്കും ഭാമാൻ്റിയുടെ വീട്ടിൽ, അതുകൊണ്ട് മുത്തശ്ശിയെ കൊണ്ടുവരണമെന്ന് പറയാണ്. അപ്പോൾ സച്ചിയും അതുപോലെ തന്നെ നമ്മുടെ രവിയും കൂടി മുത്തശ്ശിയെ കൂട്ടാനായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. രേവതി മാത്രമേ വീട്ടിലുള്ളൂ. എന്നാൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ മൊത്തം തലേദിവസം വെള്ളമടിച്ച് ബോധമില്ലാതെ പോലീസ് സ്റ്റേഷനിലും കയറി. ഈ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടേ. അപ്പം ആ വീഡിയോസൊക്കെ ഞാൻ എൻ സ്ക്രീനിൽ കൊടുക്കാം, അത് കാണാത്തവരൊന്ന് പോയി കാണണം, അപ്പോൾ കഥ ശരിക്കും മനസ്സിലാവും. അങ്ങനെ ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് രവിയും സച്ചിയും കൂടി. അങ്ങനെ ശ്രുതി പോയ വിഷമമാണ് കേട്ടോ ശ്രുതിക്ക്. പോയതിലും വിഷമം എന്താണെന്ന് വെച്ചാൽ, എന്താ ഇനി ചെയ്യുക, ശ്രുതി ഇങ്ങനെയൊക്കെ കള്ളത്തരം പറഞ്ഞല്ലോ, എന്നെ ഇത്രയധികം കള്ളത്തരം പറഞ്ഞ് അവൾ പറ്റിച്ചല്ലോ. അതുമാത്രമല്ല അമ്മ പറഞ്ഞിരിക്കുന്ന ഇനി അവളോട് സംസാരിക്കാൻ പോലും പോകരുതെന്നാ. അങ്ങനെയുള്ളപ്പം എന്താ ഇനി ചെയ്യുക, എൻ്റെ ജീവിതം തന്നെ തകർന്നല്ലോ, നാണക്കേടായല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ശ്രുതിക്ക് ഭയങ്കര പ്രയാസം. ശ്രുതിയാണെങ്കിൽ അവളെ വീട്ടിലുണ്ട്. അതേ സമയത്താണ്ട് നമ്മുടെ സച്ചി മുത്തശ്ശിയെ കൊണ്ടുവരാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുവാണ്. അപ്പോൾ തിരിച്ചു വരുന്ന കാണുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, അതെന്താ സച്ചിയേട്ടാ പോയിട്ട് ഇങ്ങ് തിരിച്ചു പോകുന്നതെന്ന്. അപ്പോൾ പാഴ്സലും ഫുഡൊക്കെ വാങ്ങിച്ച സച്ചി വരുന്നത്. അപ്പോൾ ഉടനെ രേവതി ചോദിക്കുമ്പോൾ സച്ചി പറയുക, അത് പിന്നെ ഞാൻ അച്ഛനുമായിട്ട് പോയപ്പം അച്ഛൻ പറഞ്ഞു അച്ഛൻ ബസ്സിന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് പോയി മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ട് വന്നോളാന്ന് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടുകയും ചെയ്തു. അച്ഛൻ തന്നെ ചെന്ന് മുത്തശ്ശിയോട് സംസാരിച്ചോളാന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാനിങ്ങോട്ട് പോന്നു എന്ന് പറയാം. എന്നിട്ട് ചോദിക്കുക രേവതിയോട്, എന്തിയാ ശ്രുതി, ആ ഓട്ടോക്കാരൻ ശ്രുതി എവിടെയെന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അവിടെ മുറിയിലുണ്ട്, ആകെ മൊത്തം വിഷമമാണ്, ഇന്നലെ മദ്യപിച്ചതിൻ്റെ ക്ഷീണയില്ലേ അതൊക്കെ കാരണമാണ്, ഒരു കണക്കിന് പുള്ളിയുടെ കാര്യം കഷ്ടമാണ്, ഭാര്യ പോയതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുവാന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയാം, അവൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ലേ അവൾ ഇതുവരെ പറഞ്ഞ മുഴുവൻ നുണയാണെന്നുള്ള കാര്യം അവനെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് പറയാണ്. അപ്പം ഉടനെ രേവതി പറയുന്നുണ്ട്, എത്ര പേരുണ്ടായിരുന്ന വീടാ,
എല്ലാവരും കൂടെ ഉണ്ടായിരുന്നപ്പം ഇവിടെ നല്ല രസമായിരുന്നു. ശ്രുതിയും എല്ലാം കൂടെ വഴക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ല രസമായിരുന്നു. വർഷയും ശ്രീകാന്തും ഇതിപ്പോൾ ആരും ഇല്ല. അമ്മയും പോയി, ശ്രുതിയും പോയി, വർഷയും ശ്രീകാന്തും ഇല്ല. ആകെപ്പാടെ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുക, വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇപ്പം ഇവിടെ നിൽക്കാനായിട്ട് എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുക, അവരൊക്കെ ഇനി തിരിച്ചു വരുമല്ലോ, തനിക്ക് കുറച്ച് ആശ്വാസമാകട്ടെ, ഇനിയിപ്പോൾ ഒന്നും താൻ വെച്ചുണ്ടാക്കാനൊന്നും പോകണ്ടെന്ന് പറയാണ്. അപ്പോൾ രേവതി ചോദിക്കുക, എനിക്കങ്ങനെ വെച്ചുണ്ടാക്കാൻ മടിയൊന്നുമില്ല, ഞാൻ വെച്ചുണ്ടാക്കിക്കോളാന്ന് പറയാം. അപ്പോൾ പറയാം, നമ്മളല്ലേ ഭക്ഷണം കഴിക്കാനുള്ളൂ, ഞാൻ ഭക്ഷണം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്, അത് കഴിച്ചാൽ മതി, ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കാനൊന്നും പോകണ്ടെന്ന് രേവതിയോട് പറയാം. അപ്പോഴേക്കും നമ്മുടെ സുധി പുറത്ത് പോയിട്ട് കയറി വരികയാണ്. അപ്പോൾ സച്ചി ചോദിക്കുക, നീ ഇപ്പോൾ എവിടെ പോയതാട്ടാ എന്ന് ചോദിക്കുകയാണ്. ഉടനെ സുധി പറയാം, എന്താ, എനിക്ക് പുറത്ത് പോകാമല്ലേ, ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതാന്ന് പറയാം. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതെ പുറത്ത് പോയി ഭക്ഷണം കഴിച്ചേ? ഞാനെന്തിനാ ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത്? എനിക്ക് വേണ്ടി ഇവിടെ ആരാ വെച്ചുണ്ടാക്കി തരാനിരിക്കുന്നത്? ആരും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പുറത്ത് പോയി ഭക്ഷണം കഴിച്ചു, എനിക്കെന്താ കഴിച്ചൂടെ, ഇനി മനസ്സമാധാനം തരാതെ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് സുധി അങ്ങ് കയറി പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ അവിടെ നിന്നിട്ട് രേവതി സച്ചിയോട് പറയാം, അതെ സച്ചിയേട്ടാ, മുത്തശ്ശി വന്നു കഴിയുമ്പം എല്ലാ പ്രശ്നവും പരിഹാരമാകായിരിക്കും, അല്ലേലും ഇവിടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കുന്നത് മുത്തശ്ശി വന്നു കഴിഞ്ഞാണല്ലോ. അമ്മയും അതുപോലെ തന്നെ ശ്രുതിയും ഒക്കെ മുത്തശ്ശി പറയുമ്പോൾ അനുസരിച്ചോളുമായിരിക്കുമല്ലോ എന്ന് പറയാം. അപ്പോൾ സച്ചി പറയാം, അതൊക്കെ അനുസരിച്ചോളും, അല്ലെങ്കിൽ മുത്തശ്ശി അനുസരിപ്പിച്ചോളും, എന്തായാലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് നിന്ന് രേവതി പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ ചേട്ടനുണ്ടല്ലോ സുധി, പുള്ളിക്കാരൻ എന്താ ഇങ്ങനെ ആയിപ്പോയേ, സ്വന്തം ഭാര്യയെ അടിച്ചിറക്കി വിട്ടിട്ട് ഒന്ന് തിരിച്ചു വിളിക്കാൻ പോലും പറ്റാതെ അമ്മ പറയുന്നത് കേട്ട് ഒന്ന് വിളിച്ചിട്ട് പോലും ഇല്ലല്ലോ ശ്രുതിയെ. കാര്യം ശ്രുതി ചെയ്തത് തെറ്റൊക്കെയാണ്, എന്നാലും അങ്ങനെ തലമുടി കുത്തിനൊക്കെ പിടിച്ച് വലിച്ചിറക്കി വിടുമ്പം ഭർത്താവല്ലേ, ശ്രുതിക്ക് പറഞ്ഞൂടെ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന്? അല്ല ശ്രുതി എന്തിനാ അങ്ങനെ പറയാതിരുന്നത്? ശ്രുതി എന്തിനെങ്ങനെ നുണ പറഞ്ഞു എന്നുള്ള കാര്യമെങ്കിലും ശ്രുതിക്ക് ചോദിക്കാമായിരുന്നല്ലോ. ഇത്രയധികം കള്ളത്തരം ശ്രുതി പറയണമെങ്കിൽ അതിനെന്തെങ്കിലും കാര്യം കാണും, അതെന്താണെന്നെങ്കിലും ഈ ശ്രുതിക്ക് ചോദിക്കാമായിരുന്നു. വളരെ മോശമായിപ്പോയി എന്ന് പറയാം. അപ്പോൾ സച്ചി പറയാം, ശരിയാ, അവൻ അങ്ങനെയേ ചെയ്യുള്ളൂ, അത് നേരത്തെ മുതലേ അമ്മ അവനെ അങ്ങനെ ആക്കി വെച്ചിരിക്കുക, ഇല്ലാത്ത സ്നേഹം മുഴുവൻ അവന് കൊടുത്ത് അമ്മ അവനെ പെട്ടിയിലാക്കി വെച്ചിരിക്കുക. അങ്ങനെ അമ്മ പറയുന്നത് കേട്ട് വാലാട്ടി നടക്കുന്ന ഒരു കോതനവൻ. അമ്മയെ പേടിയാന്നേ അവന്, അമ്മ അങ്ങനെ തന്നെ നേരത്തെ മുതലാക്കി വെച്ചത് കൊണ്ട് അവൻ അതൊന്നും ചോദിക്കാതിരുന്നേന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ ഒരു സൈഡിൽ നിന്നിട്ട് നമ്മുടെ ശ്രുതി കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങോട്ട് വന്നു വെച്ച്, കൊള്ളാമല്ലോ, ഞാനിവിടെ ഇല്ലാത്ത സമയം നോക്കി എൻ്റെ നുണ പറയാണ് രണ്ടുപേരും കൂടി അല്ലേ, എൻ്റെ കുറ്റം പറയാണ് നിങ്ങൾ. ഞാനിവിടെ നിന്നെല്ലാം കേട്ടു, ഇതത്ര നല്ല കാര്യമൊന്നുമില്ല, ഞാനില്ലാത്തപ്പം എൻ്റെ നുണയും പറഞ്ഞ് ഇവിടെ രണ്ടും കൂടെ നിൽക്കുന്നത് നിങ്ങളെല്ലാം കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് എന്ന് പറയാം. അപ്പം സച്ചി ചോദിക്കുക, എന്താ ഞങ്ങളെന്ത് ചെയ്തിട്ടാ നിൻ്റെ ജീവിതം ഇങ്ങനെ ആയത്? അല്ല, നിങ്ങളല്ലേ ആ ബീരാനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് വന്നത്, ആ ബീരാനെ കൊണ്ടുവന്ന് അമ്മയുടെ മുന്നിൽ നിർത്ത് ഇതെല്ലാം പറയിപ്പിച്ചത് കൊണ്ടല്ലേ എൻ്റെ ജീവിതം ഇങ്ങനെ ആയത്, ശ്രുതി അമ്മ ആട്ടി ഇറക്കി വിട്ടത്. അപ്പം സച്ചി പറയാം, എടാ കൂടുതലൊന്നും നീ സംസാരിച്ചോണ്ട് വരല്ലേ, നിൻ്റെ ഭാര്യ നട്ടക്കിളുക്കാത്ത നുണ മുഴുവൻ പറഞ്ഞ് പരത്തി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അതെല്ലാം കൂടെ ഞങ്ങളുടെ തലയിൽ വെക്കാൻ പോകുന്നു, അതൊന്നും നടക്കില്ല എന്ന് പറയണം. അപ്പോൾ ശ്രുതി എന്തെങ്കിലും ആകട്ടെ, എനിക്ക് മാത്രമല്ലേ ഉള്ളൂ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കയറി പോവാണ്. അതിനൊക്കെ ശേഷമാണ് കേട്ടോ വർഷ പോയിരിക്കുകയാണല്ലോ ടൂറിന്. അതേസമയം നമ്മുടെ രവി കൊണ്ടുവരുന്നുണ്ട് ആ മുത്തശ്ശിയും കൊണ്ട്. കലാവതി മുത്തശ്ശി വീട്ടിലെത്തുക. അപ്പോൾ വന്നു കഴിയുമ്പോഴേ തന്നെ രേവതിയോട് പറയുന്നുണ്ട്, രേവതി മോളെ നിനക്ക് സുഖമാണോടി എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, മുത്തശ്ശി കേട്ടില്ലേ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ, ഇനിയിപ്പോൾ എന്ത് സുഖമാണോയെന്ന് ചോദിക്കാനാന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശി പറയാം, ശരിയാ, പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, ഇത്രയും വലിയ പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല, എനിക്കിതേ ഇപ്പോൾ പ്രായമൊക്കെ ആയില്ലേ, എൻ്റെ മോനും പ്രായമായി, ഇനി ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇപ്പോഴും ഞാൻ വരണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, ഞാൻ അവിടെയെങ്ങാനും സമാധാനമായിട്ട് ജീവിച്ചോളൂ അല്ലേ എന്ന് പറയാം. അപ്പോൾ രേവതി പറയാം, ശ്രുതി ഇങ്ങനെയൊക്കെ പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല, ശ്രുതി പറഞ്ഞത് തെറ്റാണ്, എന്തിനാ ഇങ്ങനെ നുണ പറഞ്ഞത്, കോടീശ്വരിയാണെന്നും മലേഷ്യക്കാരിയാണെന്നും ഒക്കെ അമ്മയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു, എന്നിട്ട് ശ്രുതി ഒരു കോടീശ്വരിയല്ല, മലേഷ്യയിലെ ശ്രുതിയുടെ ആരും ഇല്ലതാനും, എന്താ ഏതാണെന്നൊന്നും ആർക്കും അറിയേയില്ല, അമ്മ തന്നെ ആലോചിച്ചുകൊണ്ട് വന്ന വിവാഹ, അതുകൊണ്ട് പിന്നെ ആർക്കും ഒരു പ്രശ്നമില്ല, അമ്മയെ പറ്റിച്ചത് കൊണ്ട് അമ്മ തലമുടി കുത്തിന് പിടിച്ച് ഇറക്കി വിട്ടു ശ്രുതിയെ, അമ്മയും ഇറങ്ങിപ്പോയി, എന്തായാലും അത് വലിയ പ്രശ്നമായി, എന്തിനായിരിക്കും ശ്രുതി ഇത് പറഞ്ഞെന്നുള്ളത് ശ്രുതി പോലും ചോദിക്കുന്നില്ല എന്ന് പറയാം. അപ്പം മുത്തശ്ശി പറയാം, ശരിയാ, അവൾ ഇത്രയും വലിയ പെരുങ്കള്ളിയാണല്ലോ, ഇത്രയും വലിയ നുണ നിങ്ങളുടെ അമ്മയെ പറഞ്ഞ് ഫലിപ്പിക്കണമെങ്കിൽ അവൾക്ക് വളരെ കഴിവാ, ചന്ദ്ര അങ്ങനെ ഇങ്ങനെയൊന്നും ആരെയും വിശ്വസിക്കുന്ന ടൈപ്പൊന്നും അല്ല എന്ന് പറയാണ്. അപ്പോഴേക്കും രവിയോട് പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യ എവിടെയാടാന്ന് ചോദിക്കുക.
അത് അവള് ഭാമയുടെ വീട്ടിലെ അമ്മയെ താമസം എന്ന് പറയാം. ആഹാ, അത് കൊള്ളാലോ. ഇവക്കൊരു വകതിരിവില്ലേ? 19 വയസ്സ് കഴിഞ്ഞതല്ലേ, ഇപ്പോഴും ഇവളിങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ നടക്കുവാണോ? പിണങ്ങി ഇറങ്ങി പോവുക ഒക്കെ. ഇവളെന്താ വിചാരിച്ചത്? അവൾ എന്തെങ്കിലും കാണിക്കുമ്പോഴേക്കും അപ്പോഴേ പിണങ്ങി ഇറങ്ങി ഭാമയുടെ വീട്ടിൽ പോയി താമസിക്കുന്നു. എന്തായാലും അവളെ ഭാമയുടെ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് നേരിട്ട് സംസാരിക്കാനുണ്ട് അവളോട് എന്ന് പറയണം. അതുപോലെ തന്നെ സുധിയോട് ചോദിക്കുക, നിന്റെ ഭാര്യയും പോയോടാന്ന് ചോദിക്കുക. ആ, എൻ്റെ ഭാര്യയും പോയി. അവൾ അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിലാണ്, മീരയുടെ വീട്ടിൽ എന്ന് പറയണം. ആ, അവൾ ഇറങ്ങി ഉടനെ മീരയുടെ വീട്ടിൽ പോയി. നിന്റെ അമ്മ ഇറങ്ങി ഭാമയുടെ വീട്ടിൽ പോയി. ഇത് കൊള്ളാലോ, എല്ലാവരും നല്ല വകതിരിവുള്ള ആൾക്കാരാണല്ലോ. എടാ സുധി, നിന്റെ ഭാര്യയെ വിളിക്കടാ. ആരെയാന്ന് വെച്ചാൽ വിളിച്ച് അവളോട് ഇങ്ങോട്ട് വരാൻ പറ. അതുപോലെ രവി, നിന്റെ ഭാര്യയും വിളിക്കടാ, അവളോടും ഇങ്ങോട്ട് വരാൻ പറ. എന്നിട്ട് വേണം എനിക്ക് 2 പേരോടും കൂടി ആയിട്ട് സംസാരിക്കാൻ എന്നിങ്ങനെ മുത്തശ്ശി പറയാം. അപ്പോൾ സുധി പറയാം, ശരി ഞാൻ വിളിക്കാം എന്ന് പറയാം. എന്നിട്ട് ശ്രുതി വിളിക്കുക കേട്ടോ നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക്. അതിനു മുമ്പ് ശ്രുതിയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭക്ഷണമൊക്കെ അങ്ങനെ കഴിക്കാതെയൊക്കെ ഇരിക്കുക. അപ്പം മീര ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുക. ഏയ്, എന്നെ എപ്പോഴും ശ്രുതി വിളിച്ചുകൊണ്ടിരുന്ന, ഓരോ മണിക്കൂർ കൂടുമ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരുന്ന, ഇപ്പം ഇന്ന് ഒരു ദിവസം കഴിഞ്ഞു എന്നിട്ടും ഇതുവരെ ശ്രുതി ഒന്നും വിളിച്ചില്ല, എന്താണെന്നൊന്നും ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിക്കുക. അപ്പോഴേക്കും ഉടനെ തന്നെ ശ്രുതിയുടെ കോള് വരിക കേട്ടോ. ആ മുത്തശ്ശി പറഞ്ഞിട്ട് വിളിച്ച് കഴിയുമ്പോഴേക്കും ഫോൺ അടിച്ച് കഴിയുമ്പം ചോദിക്കാം മീര, ആരാടി ശ്രുതി വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ശ്രുതിയാന്ന് പറയാം. ആ, ശ്രുതിയാണ്, നീ ഫോൺ എടുക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം എടുക്കുന്നില്ല എന്ന് പറയണം. അപ്പം മീര ചോദിക്കും, അതെന്താടി ഇത്രയും നേരം ശ്രുതി വിളിക്കുന്നില്ലെന്നും പറഞ്ഞ് നീ ഫോൺ വിഷമിച്ചിരിക്കുകയായിരുന്നല്ലോ, എന്നിട്ടിപ്പോൾ ശ്രുതി വിളിച്ചപ്പം നീ എടുക്കാതിരിക്കുക, ഇത് എന്ത് തരം വാശിയാന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ പറയുകയാണ് ശ്രുതി, അത് വാശിയൊന്നുമല്ല, അത് ഞങ്ങളുടെ പ്രേമമാണ്, ഞങ്ങൾ അങ്ങനെയൊക്കെയാണ്, പിണങ്ങിയിരിക്കുമ്പോൾ വിളിക്കുമ്പോൾ എടുക്കാതിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ മീര പറയാം, നീയായി നിൻ്റെ പാടായി, ഫോൺ വിളിച്ച് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്ക്, എന്നിട്ട് പിന്നെ വാശിയും വൈരാഗ്യമൊക്കെ വെച്ച് ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലെന്ന് നീ മനസ്സിലാക്കണം. നിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ തെറ്റുണ്ട്. നീ അവരോട് നട്ടാക്കിൾക്കാത്ത നുണയെല്ലാം പറഞ്ഞല്ലേ അവിടെ കയറി കൂടിയത്, എന്നിട്ട് പിന്നെ അവർ കുറ്റപ്പെടുത്തരുതെന്ന് പറഞ്ഞാൽ അത് വല്ലതും നടക്കുമോ ശ്രുതി? അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഫോൺ എടുത്ത് സംസാരിക്കുമെന്ന് പറയാണ്. അപ്പം ശ്രുതി ഒന്നും വിളിച്ചിട്ട് എടുത്തില്ല. അപ്പം അച്ചമ്മ ചോദിക്കുക, എടാ ശ്രുതി എന്താ വിളിച്ചിട്ടെന്താ, അവൾ എന്ത് പറഞ്ഞു? അത് അവൾ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയാം. ആ, അവൾ ഫോണും എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുക. പിന്നെ ശ്രുതി വിളിക്കുമ്പോഴേക്കും ശ്രുതി ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, അതെ ശ്രുതി, അല്ല എന്താ ശ്രുതി നീ ഇത്രയും ദിവസം എന്നെ വിളിക്കാതിരുന്നത്? നീ 1 മണിക്കൂർ കൂടുമ്പം എന്നെ വിളിച്ചുകൊണ്ടിരുന്നതാണല്ലോ, എന്നിട്ട് എന്താ ഇപ്പോൾ വിളിക്കാത്തത്? അപ്പോൾ ശ്രുതി പറയാ, അത് ഞാൻ വിളിക്കാത്ത എന്താന്ന് വെച്ചാൽ നീ പറഞ്ഞതെല്ലാം കള്ളത്തരമല്ലേ, എന്നോട് നീ എന്തെല്ലാം നുണയെ പറഞ്ഞത്, അതുപോലെ അമ്മയോടും ഇവിടെ എല്ലാവരെയും നീ പറ്റിക്കല്ലായിരുന്നോ, അതുകൊണ്ടാണ് ഞാൻ ഫോൺ വിളിക്കാതിരുന്നത്, എന്നിട്ട് പിന്നെ എന്തിനാ ഇപ്പോൾ വിളിച്ചത് എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ ശ്രുതി പറയാം, അതെ ഇവിടെ മുത്തശ്ശി വന്നിട്ടുണ്ട്, നിന്നോടും അമ്മയോടും സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ. നിനക്ക് തിരിച്ചിങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയോട് സംസാരിക്കുക, മുത്തശ്ശിയാണ് തീരുമാനം എടുക്കുന്നത്, അതുകൊണ്ട് മുത്തശ്ശി പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത്, നീ അതുകൊണ്ട് ഉടനെ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറയാണ്. അപ്പോൾ എന്നിട്ട് ഫോണും അങ്ങ് കട്ട് ചെയ്യുക. അപ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് ദേഷ്യവും വിഷമവും ഒക്കെ വരികയാണ്. അപ്പോൾ പെട്ടെന്ന് ശ്രുതി പിന്നെയും വിളിക്കുക. അപ്പോൾ ശ്രുതി ചോദിക്കുക, എന്താ? അല്ല ഞാൻ പറഞ്ഞെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്, ആ കണ്ടീഷൻ അംഗീകരിക്കാമെങ്കിലേ ഞാൻ വരുള്ളൂ എന്ന് പറയാം. അപ്പോൾ ശ്രുതി ചോദിക്കുക, അതെന്താ? എന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ നിൻ്റെ അമ്മ ചോദ്യം ചെയ്യാനും കുറ്റപ്പെടുത്താനും വഴക്ക് പറയാനും ഒന്നും പാടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി അവിടെ നിന്ന് ശ്രുതിയോട് ചോദിക്കുക, എന്താണ് അവൾ കണ്ടീഷൻ പറയുന്നത്, എന്താ ചോദിച്ചേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ പറയുകയാണ് ശ്രുതി, അത് അമ്മ അവളെ ചോദ്യം ചെയ്യാനും കുറ്റപ്പെടുത്താനും ഒന്നും പാടില്ല, അങ്ങനെയാണെങ്കിലേ അവൾ വരുള്ളൂ എന്നാണ് പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശി പറയാണ്, ശരി അങ്ങനെ തന്നെ നീ പറഞ്ഞു, ചന്ദ്ര അങ്ങനെ ചോദിക്കാനൊന്നും പോകുന്നില്ല, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി ഉടനെ ശ്രുതിയോട് പറയുക, അതെ മുത്തശ്ശി പറഞ്ഞു വരാൻ, ആ കണ്ടീഷനൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്, അമ്മ ചോദിക്കാൻ പറയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ മീര ചോദിക്കുക, എന്താടി നീ അവിടെ കണ്ടീഷൻ പറഞ്ഞത്, നീ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുക. പിന്നല്ലാതെ ഞാൻ ഈ അവസ്ഥയിൽ അവിടെ ചെന്ന് കഴിയുമ്പം അവരുണ്ടല്ലോ എൻ്റെ അമ്മായിയമ്മ, അവരെന്നെ ഇട്ടേക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം എടുത്തതാ, എന്നെ ചോദ്യം ചെയ്യാനും കുറ്റപ്പെടുത്താനും ഒന്നും പാടില്ല, അങ്ങനെയാണെങ്കിലേ ഞാൻ വരുവുള്ളെന്ന്. അതാ മുത്തശ്ശി അംഗീകരിക്കുകയും ചെയ്തു, അതുകൊണ്ട് എനിക്കിപ്പോൾ പേടിക്കാതെ ഇനി അവിടെ ചെല്ലാം എന്നിങ്ങനെ പറയാണ്. അപ്പം മീര പറയുന്നുണ്ട്, ശരി നീ ചെല്ല, എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ആട്ടെ എന്ന് പറയാണ്. അതേസമയം നമ്മുടെ രവിയോടും പറയുന്നുണ്ട് കേട്ടോ, നീ വിളിക്കാൻ പറയാണ്, ചന്ദ്രയെ വിളിക്കാൻ പറയാം. അപ്പം ചന്ദ്രയും ഭാമയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക.
അപ്പോൾ ഭാമയോട് പറയുന്നുണ്ട്, ഇതെന്തായാലും വലിയ ചതിയായി. എൻ്റെ മരുമോൾ അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് എന്തുമാത്രം ദേഷ്യം വരുന്നതെന്നറിയാമോ. ഭക്ഷണം പോലും കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അതുപോലെ അവൾ എന്നെ നാണം കെടുത്തി. ആ മാലകെട്ടുകാരിയുടെ മുമ്പേ വരെ ഞാൻ നാണം കെടേണ്ടി വന്നു. ഈ ഇവളെ ഒറ്റ ഒരുത്തി കാരണം. കോടിശ്ശേരിയാണെന്നും പറഞ്ഞ് ഞാൻ അവളെ തലയെടുത്ത് വെച്ച് ആടുമായിരുന്നു. എന്നിട്ട് അവൾ ഇങ്ങനെയായി പോയല്ലോ, അവൾ ഇത്രയ്ക്ക് വലിയ കള്ളത്തരം ചെയ്തല്ലോ എന്നൊക്കെ പറയണം. അപ്പം മാമ പറയുന്നുണ്ട്, നീ തന്നെ കണ്ടുപിടിച്ച മരുമോളല്ലേ, ഇനിയിപ്പോൾ മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്നാലും നീ അവളെ പിടിച്ചിറക്കി വിട്ടത് ശരിയായില്ല എന്ന് പറയാം. അപ്പോഴേക്കും ചന്ദ്ര പറയാം, എന്ത് ശരിയായില്ലെന്ന്. അവളെ പിടിച്ചിറക്കി വിടുവല്ലായിരുന്നു ചെയ്യേണ്ടത്, തല്ലി കൊല്ലുമായിരുന്നു ചെയ്യേണ്ടത്. അതുപോലൊരു പെരുങ്കള്ളി. എൻ്റെ ചന്ദ്രേ, നീ അങ്ങനൊന്നും പറയല്ലേ എന്നൊക്കെ പറയണേ. അപ്പോൾ പറയുന്നുണ്ട്, ചെല്ലട്ടെ, അവൾ എന്നോട് നോണ പറഞ്ഞാൽ അവളെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയാം. അപ്പോഴാണ് രവിയുടെ ഫോൺ വരുന്നത്. അപ്പോൾ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് ഭാമ, ആരാ എന്ന് പറയുന്നുണ്ട്, രവിയേട്ടനാ. എന്നാൽ നീ ഫോൺ എടുക്ക്, രവിയേട്ടൻ ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരിക്കും. നീ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത് അദ്ദേഹത്തിന് ഒരുപാട് വിഷമായിരിക്കും. എന്തിനാ വിളിക്കുന്നതെന്ന് അറിയാലോ, നീ ഫോൺ എടുക്കെന്ന് പറയാം. അങ്ങനെ ചന്ദ്ര ഫോൺ എടുക്കുമ്പോൾ രവി പറയാം, ചന്ദ്രേ നീ എവിടെയാ, ഭാമയുടെ വീട്ടിലല്ലേ എന്ന് ചോദിക്കുക. അതെ, അതുകൊണ്ട് നീ ഇങ്ങോട്ടൊന്ന് വരണം. അല്ല, ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നത്? അമ്മ വന്നിട്ടുണ്ട്, ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ അമ്മ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് നിന്നെ കണ്ട് സംസാരിക്കണം, അതിനു വേണ്ടിയാണെന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയാം, എന്തിനാ അമ്മയെ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വന്നേ? അല്ല, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം, അതിനു വേണ്ടി ഞാൻ വിളിച്ച് വരുത്തിയതാ, നീ ഉടനെ തന്നെ ഇങ്ങോട്ട് വരണം എന്ന് പറയണം. എന്നിട്ട് രവി അങ്ങ് ഫോൺ കട്ട് ചെയ്യുക. അപ്പോൾ ചന്ദ്ര പറയാം, നാശം പിടിക്കാൻ ആ തള്ള വന്നിട്ടുണ്ട്, അവരിങ്ങോട്ട് വന്ന് എഴുന്നള്ളിയിരിക്കുക. ഇനി ചോദ്യം പറയാൻ അവരെന്തിനാണാവോ എപ്പോഴും ഇങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ വരുന്നത്? എൻ്റെ വീട്ടിലെ പ്രശ്നം ഞാൻ പരിഹരിക്കുകയല്ലേ, അവരെന്തിനാ വന്ന് ഇനിയും പ്രശ്നം പരിഹരിക്കുന്നത്? ഓ, ഇനിയിപ്പോൾ അവരുടെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ചന്ദ്ര. അന്നേരം ഭാമ പറയാ, എന്നാലും വേണ്ടില്ല, നീ ചെല്ല്, ഇതിനൊരു പരിഹാരം ഉണ്ടാവണ്ടേ എന്ന് പറയാം. എന്ത് പരിഹാരം? ആ നശിച്ചവള്, അവളെ ഞാൻ എൻ്റെ വീട്ടിൽ വാഴിക്കല്ല. എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് അവൾ ജീവിക്കുകയും വേണ്ട, എൻ്റെ മരുമകളായിട്ട് ജീവിക്കുകയും വേണ്ട. ആ കള്ളി എന്നോട് ഇത്രയധികം നുണ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുമ്പം ഭാമ പറഞ്ഞു കൊടുക്കണം, അതെ ചന്ദ്രൻ, നീ ചോദിച്ചു നോക്ക്, എന്തിനാ അവൾ ഇത്രയും നുണ പറഞ്ഞെന്നുള്ള കാര്യം. വെറുതെ ഒന്നും പറയില്ലല്ലോ, എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമുക്ക് അറിയണ്ടേന്നൊക്കെ പറഞ്ഞ് വിടുകയാണ്. അങ്ങനെ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും 2 ഓട്ടോയിലായിട്ട് വരികയാണ് ചന്ദ്രോദയത്തിൻ്റെ മുമ്പിലേക്ക്. അപ്പോൾ ശ്രുതി വന്ന് ഇറങ്ങുന്നു, ഓട്ടോക്കാരന് പൈസ കൊടുക്കുന്നു. ചന്ദ്ര വന്ന് ഇറങ്ങുന്നു, അപ്പോൾ ഓട്ടോക്കാരന് പൈസ കൊടുക്കുകയാണ്. അപ്പോൾ 40 രൂപ ബാലൻസ് കൊടുക്കണം. അപ്പോൾ ചന്ദ്രയുടെ കയ്യിൽ 40 രൂപ ചേഞ്ച് ഇല്ല, ഓട്ടോക്കാരൻ്റെ കയ്യിലും ഇല്ല. അപ്പോൾ അയാളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ശ്രുതി ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് ശ്രുതി വന്നിട്ട് പറയാം, ആൻറ്റി ഞാൻ 40 രൂപ കൊടുത്തോളാം, ആൻറ്റി കയറി പൊയ്ക്കോളാൻ പറയാം. ഉടനെ ചന്ദ്ര അവിടെ വന്നിട്ട് ചാടിക്കടിക്കുക, എന്താടി എൻ്റെ 40 രൂപ നീ കൊടുക്കാമെന്നോ? എൻ്റെ പട്ടിക്ക് വേണടി നിൻ്റെ 40 രൂപ, ഇന്ന് താൻ ഇതെടുത്തോ, ബാലൻസ് വേണ്ട, താൻ തന്നെ വെച്ചോ എന്ന് ഓട്ടോക്കാരനോട് പറയുക. അങ്ങനെ ഓട്ടോക്കാരന് അങ്ങ് പോവാണ്. അതേസമയം ഒരു പെണ്ണാണ് ഓട്ടോ ഓടിക്കുന്നത്. ശ്രുതി വന്നേ. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുക ശ്രുതിയോട്, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അമ്മായിയമ്മയാണോ അതെന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയാതെ, കണ്ടപ്പോഴേ തോന്നി ഇത്തരക്കാരിയാണെങ്കിൽ നിങ്ങളെങ്ങനെ ഇവരുടെ കൂടെ ജീവിച്ചു പോകുന്നത്? അവരുടെ ചാട്ടവും തുള്ളലും ഒക്കെ കണ്ടില്ലേ, ഒരു ഭയങ്കരയാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയാം, എൻ്റെ പൊന്നു ചേച്ചി ഒന്നും മിണ്ടാതിരിക്കേ, ഇവിടെ അല്ല തന്നെ മൊത്തം പ്രശ്നമാണ്, അതിൻ്റെ കൂടെ ചേച്ചി കൂടി തീയിൽ എണ്ണ ഒഴിക്കണ്ട, പൊക്കോ എന്ന് പറഞ്ഞ് വിടുകയാണ്. എന്നിട്ട് ചന്ദ്ര അങ്ങ് കയറി ചെല്ലുമ്പോഴേക്കും മുത്തശ്ശിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചന്ദ്ര കയറി ചെല്ലുകയാണ്. ചന്ദ്രയുടെ മുത്തശ്ശിയെ കണ്ടിട്ടൊന്നും മിണ്ടുന്നൊന്നുമില്ല. ഉടനെ തന്നെ മുത്തശ്ശി ചോദിക്കുക, എന്താ ചന്ദ്രേ നീ എന്നോടൊന്നും മിണ്ടാത്തേ, ഞാൻ എപ്പോഴാണ് വന്നതെന്നും എന്താ വിശേഷമുള്ളതെന്നൊന്നും നീ എന്താ ചോദിക്കാത്തേ? എൻ്റെ പൊന്നമ്മേ, അതെന്താണെന്ന് അറിയില്ലേ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ വരുന്നത്. ഇവിടുത്തെ ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ അതൊന്നും ചോദിക്കാനും പറയാനും ഒന്നും എനിക്ക് പറ്റിയില്ല എന്ന് പറയണം. അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ ശ്രുതി വരിക. ശ്രുതിയും വന്നല്ലോ. അപ്പോൾ ശ്രുതി പറയാം, വാ ശ്രുതി കയറി വാ എന്ന് പറയണം. അപ്പോൾ ശ്രുതി കയറി വരുമ്പോഴേക്കും ഉടനെ തന്നെ ചന്ദ്ര അവിടെ നിന്ന് പറയണേ, അപ്പോൾ ഇതിനു മുമ്പൊക്കെ നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടെ ടൂറിന് പോയ സ്ഥലത്ത് നിന്ന് തിരിച്ചെത്തുന്നുണ്ട്. വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് കേട്ടോ, നല്ല രസമായിരിക്കും വീട്ടിൽ, കുറച്ച് ദിവസം കൊണ്ട് റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതിലും ഭംഗിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ നടക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയാം. അതുകൊണ്ട് എനിക്കതൊന്നും മിസ് ചെയ്യാൻ പറ്റത്തില്ല. അവിടുത്തെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും അച്ചമ്മ വന്ന് തീരുമാനം എടുക്കുന്നതും ഒക്കെ എനിക്ക് കാണണം ശ്രീകാന്ത് എന്ന് പറയാണ്. ഇത് രേവതി വിശേഷങ്ങളൊക്കെ പറയുമ്പോഴാണ് മുത്തശ്ശി വരുന്നുണ്ടെന്ന് കൂടി പറഞ്ഞു കഴിയുമ്പോഴേക്കുമാണ് ഇത് പറയുന്നത്. അപ്പം ഉടനെ തന്നെ ശ്രീകാന്തിനെയും കൂട്ടി തിരിച്ചു വരുവാണ് നമ്മുടെ വർഷ. കാരണം ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നവും മുത്തശ്ശി പ്രശ്നം പരിഹരിക്കുന്നതും ഒക്കെ നല്ല ത്രില്ലിൽ കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ചന്ദ്ര കയറി വന്നു കഴിഞ്ഞ് അപ്പോഴേക്കും ആണ് രേവതിയോട് പറയാം, രേവതി ആ സ്പൂണൊന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കി നന്നായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ. അതേ ഇവളുണ്ടല്ലോ, ഈ ശ്രുതി പെരുങ്കള്ളി, ഇവളുടെ കള്ള പറയുന്ന നാവിൽ വെക്കാനാ എന്ന് പറയാണ്.
അപ്പോൾ ഉടനെ തന്നെ വർഷ പറയും, ആൻറ്റി അങ്ങനെയൊന്നും പറയരുത് കേട്ടോ, അത് ഡൊമസ്റ്റിക് വയലൻസ് ആവും, കേസാവും, പ്രശ്നമാവും, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല, നീ ഒന്നും മിണ്ടാതിരിക്കടി, ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും എന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്തും പറയാം, അത് ശരിയാമേ, അങ്ങനെയൊന്നും പറയല്ലേ, പറഞ്ഞാൽ പോലും അത് തെറ്റാ, ഗാർഹിക പീഡനം എന്ന് പറയാം. അപ്പോൾ പറയാം, നീ വന്നല്ലോ നിൻ്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, നാണമില്ലല്ലോ നിനക്ക് എന്ന് പറയുമ്പോൾ ഉടനെ വർഷ പറയാം, അതെ അവൻ എന്നെ സപ്പോർട്ടെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, ഇവിടെ ഓരോരുത്തർ ഭാര്യയെ തല്ലി ഇറക്കി വിട്ടിട്ടും അമ്മ പറയുന്ന കേട്ട് നാണം കേട്ട് നോക്കി നിൽക്കുന്നില്ലേ എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയാം, നീ മിണ്ടാതിരിക്കുന്നുണ്ടോ, നിങ്ങളൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ന്യായം പറയുന്നത്, ഈ പെരുങ്കള്ളിക്ക് വേണ്ടിയിട്ടാണോ, ഇവളെ ഉണ്ടല്ലോ, ഇവളെ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ, ഇവളുടെ ഈ കള്ളത്തരം പറയുന്ന നാവ് പിഴുതെടുത്ത് എറിയാ ചെയ്യേണ്ടത്, ഇവളെ ഞാൻ ഇന്ന് കൊല്ലും എന്നൊക്കെ പറഞ്ഞ് കൈ ചൂണ്ടി ശ്രുതിയുടെ നേരെ ചെല്ലുകയാണ്. അപ്പം അച്ചമ്മ പറയുന്നുണ്ട്, നിർത്ത് ചന്ദ്രേ, നീ ഇങ്ങനെയൊക്കെ പറയാറൊന്നും ആയിട്ടില്ല, അവളുടെ നാവ് പിഴുതെടുത്ത് എറിയാനൊന്നും നീ ആയിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ നീ അങ്ങ് നിർത്തിയാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇനിയിപ്പം മുത്തശ്ശി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്